ബ്രസ്റ്റിന്റെ വലിപ്പമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ വലിപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷൻ വളരെയധികം അപകടകരം എന്നാണ്. താങ്കൾ ആൾക്കാരെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ ഇതിൽ ട്രെയിൻഡ് അല്ല, താങ്കൾക്ക് ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല, താങ്കൾ രോഗികളെ ട്രീറ്റ് ചെയ്ത് തിരിച്ച് അവർ വരുന്ന കണ്ടിട്ടില്ല. ഇമാതിരി ഓപ്പറേഷൻ ഒക്കെ കാട്ടിക്കൂട്ടൽ ഓപ്പറേഷൻ വാക്കാണ് ഡോക്ടറെ ആയിരിക്കും അദ്ദേഹം ടീനേജ് പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിക്ക് ബ്രസ്റ്റ് വലുതായതിന്റെ പേരിൽ 50 വർഷം കഴിഞ്ഞ് ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമെന്നോർത്ത് ആ കൊച്ചി ഈ പ്രശ്നം കൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. സാറിന്റെ പല്ലുകൾ വളരെ മനോഹരമാണ്. പിന്നെ വീട്ടിൽ എന്തായാലും പ്രശ്നം ഇല്ലെങ്കിലല്ലേ ഉണ്ടാകാൻ. 25 വയസ്സിൽ മാത്രമാണ് സൗന്ദര്യം നിൽക്കുന്നതെന്ന് പറയുന്നത് തെറ്റാണ്. അത് അങ്ങോട്ട് നോക്കി അറിയാലോ. കണ്ടാൽ എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണ് എന്ന് ചോദിക്കും. മമ്മൂക്ക എന്ത് കഴിച്ചാലും തടി വെക്കില്ല, ജനറ്റിക് നേച്ചറാണ്. ലാലായിട്ട് ഇത്തിരി കഴിച്ചാൽ മതി, അപ്പം തടി വയ്ക്കും. പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ട്, നേരെ തടി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. നിങ്ങളുടെ ഈ ഫലിതബോധം ഇങ്ങനെ അണപൊട്ടി വരുമ്പോഴേ പെട്ടെന്ന് ഞാൻ പിണറായി വിജയൻ സഖാവിന്റെ മന്ത്രിസഭയുടെ പാർട്ടിയുടെ ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ അങ്ങേ അത് സ്വാഭാവികമായിട്ട് വരും. അദ്ദേഹത്തിന്റെ പേരും വിജയൻ എന്നാണ്, എന്റെ പേരും വിജയൻ എന്നാണ്. കശാപ്പ് ചെയ്ത സാധനം കഴിക്കുന്നെങ്കിൽ മക്കൾക്ക് ആ രീതിയിലുള്ള സ്വഭാവം വരുള്ളൂ. മൃഗഭോജികളുടെ അല്ലെങ്കിൽ മാംസഫുക്കുകളുടെ മക്കള് മാംസഫുക്കിന്റെ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും. ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു, എത്ര ലക്ഷത്തെ കൊന്നൊടുക്കിയത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ലക്ഷ്മി ജുവലറി ശ്രീകണ്ഠൻ നായർ ഷോ, കോ പവർഡ് ബൈ കൈരളി TMD ആൻഡ് MJ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് മനസ്സുകൊണ്ട് പ്രായമാകുന്നില്ല എന്ന ആളുകളൊക്കെ പറയുമെങ്കിലും ശരീരം കൊണ്ട് പ്രായമാകും, ചെറുപ്പം കൈവിട്ടു പോകും. കുറച്ച് അപകടം പിടിച്ച കാര്യമാണ്. ഒരു ചർച്ചയുടെ ആദ്യ ഭാഗം കഴിഞ്ഞ ശനിയാഴ്ച നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് അതിൻ്റെ അവസാന ഭാഗം. ഈ രണ്ട് ഡോക്ടറെ ഇവിടെ ഇരുത്തിയിട്ട് നമുക്കൊരു താരതമ്യ പഠനം നടത്താൻ പറ്റുകയില്ല. ഈ ഇൻഡസ്ട്രിയിൽ കേരളത്തിനകത്ത് കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് പഠനമുണ്ടോ? അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ അത് ശരിയാവുള്ളൂ. കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മലയാളികൾ ആയതുകൊണ്ട് കൂടുതലുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ ബ്രസ്റ്റിന്റെ വലിപ്പമോ അല്ലെങ്കിൽ ശരീരത്തിന്റെ വലിപ്പത്തിന് വേണ്ടി ചെയ്യുന്ന ഓപ്പറേഷൻ വളരെയധികം അപകടകരം എന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. അമ്മാതിരിയുള്ള ഓപ്പറേഷൻസ് കേരളത്തിൽ അല്ല. ഡോക്ടർ ആയാൽ മാത്രമേ കാര്യം മനസ്സിലാക്കാൻ പറ്റൂ. താങ്കൾ ആൾക്കാരെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. താങ്കൾ ഇതിൽ ട്രെയിൻഡ് അല്ല, താങ്കൾക്ക് ഇതിന്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ അറിയത്തില്ല, താങ്കൾ രോഗികളെ ട്രീറ്റ് ചെയ്ത് തിരിച്ച് അവർ വരുന്ന കണ്ടിട്ടില്ല. ആൾക്കാരെ വെറുതെ ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് ദുഷ്പ്രചരണം നടത്തുന്ന നല്ലൊരു രീതിയല്ല. എന്റെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. ഗൂഗിൾ ഡോക്ടർ അല്ല, താങ്കൾ അസുഖം വരുമ്പോൾ താങ്കൾ ഗൂഗിളിനെ പോയി കാണും, എന്തിനാ ഡോക്ടറെ പോയി കാണുന്നത്? അല്ല, അപ്പൊ താങ്കൾക്ക് അസുഖം വരുമ്പോൾ താങ്കൾ ഡോക്ടർ പറയുന്നത് ഞാൻ പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ലെങ്കിൽ എന്റെ അറിവിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇന്നലെ ഒരു ഡോക്ടറോട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇമാതിരി ഓപ്പറേഷൻ ഒക്കെ കാട്ടിക്കൂട്ടൽ ഓപ്പറേഷൻ വാക്കാണ് ഉപയോഗിച്ചത്. ഡോക്ടറാണ് കാട്ടിക്കൂട്ടൽ ഓപ്പറേഷൻ. ഞാൻ ഡോക്ടറോട് സംസാരിച്ചിട്ടാണ്. എനിക്കറിയാത്തൊരു കാര്യം, എനിക്കറിയാത്ത കാര്യത്ത് ഞാൻ എന്റെ സ്വന്തം ഇഷ്ടം പറയാനല്ല. ഞാനൊരു ഡോക്ടറോട് ചോദിച്ചിട്ട് ഡോക്ടർ അഭിപ്രായമാണ്. അദ്ദേഹം പറഞ്ഞ വാക്കാണ് കാട്ടിക്കൂട്ടൽ. ഡോക്ടർക്ക് ഒരു മറുപടി ഉണ്ട്. ഈ ഡോക്ടർ എന്ന് പറയുന്ന ആള്, എന്റെ സുഹൃത്ത് ബാബു പറഞ്ഞ പോലെ അയാൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. അയാൾ പണ്ട് 70-കളിലോ 60-കളിലോ ജീവിക്കുന്ന ഒരു വ്യക്തി. മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓർത്തോ സർജനാണ്, പ്രാക്ടീസ് ചെയ്യുന്ന ഓർത്തോ സർജന്. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവിടെ മേഖലകളുണ്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള മേഖലകളും സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അല്ല, അഭിപ്രായം ഉണ്ടോ? വ്യാജ ഡോക്ടറെ ആയിരിക്കും അദ്ദേഹം ചർച്ചയല്ല. നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട്. ചെറുപ്പം മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും അധികം വേണ്ടത് അപ്ഡേറ്റ് ചെയ്യണം. ലോകം എങ്ങോട്ട് സഞ്ചരിക്കുന്നു അതിനോടൊപ്പം നമ്മൾ സഞ്ചരിക്കും. ഈ സാർ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ആൺകുട്ടിക്ക് ബ്രസ്റ്റ് വലുതായതിന്റെ പേരിൽ തന്റെ സമൂഹത്തിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന ഒരു ഭയങ്കരമായ ഒരു പ്രശ്നം, ആ പ്രശ്നം മാറ്റുക എന്നുള്ളതാണ് ആ കുട്ടിയുടെ അപ്പോഴത്തെ ഏറ്റവും വലിയ അത്യാവശ്യം. അപ്പൊ 50 വർഷം കഴിഞ്ഞ് ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകുമെന്നോർത്ത് ആ കൊച്ചി ഈ പ്രശ്നം കൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. നമ്മുടെ 150 വർഷമേ ആയുള്ളൂ മോഡേൺ മെഡിസിൻ വികസിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് ദൂഷ്യഫലം ഇല്ല എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? അങ്ങനെ സ്റ്റഡി നടന്നിട്ടുണ്ടോ? ഈ രണ്ട് ഡോക്ടേഴ്സും പറയുന്നതൊരു വ്യത്യാസമുണ്ട്. ഇവർ രണ്ടുപേരും പറയുന്നത് 150 വർഷം കൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരുപാട് അപ്ഡേറ്റഡ് ആണ്. പണ്ടത്തെ കാലത്ത് ഉള്ള കാര്യങ്ങൾ വെച്ച് ജീവിക്കുന്ന പോലല്ല. അപ്ഡേഷനാണ്, ബാബു പറഞ്ഞ പോലെ അപ്ഡേഷനാണ് വേണ്ടത്. തന്നെയുമല്ല, ഇന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നൊരു വ്യക്തി
ഗൂഗിൾ ആയാലും ശരി ഇന്റർനെറ്റ് ആയാലും ശരി വളരെ സെർച്ച് ചെയ്ത് അവർ അപ്ഡേറ്റ് ആയി പഠിച്ചതിന് ശേഷമാണ് അതിന് പോകുന്നത്. ഞാൻ ഇവർ രണ്ടുപേരും പറയുന്നതിനകത്ത് കാണുന്ന അപകടം എന്ന് അറിയാമോ? ഡോക്ടേഴ്സ് ഒക്കെ പരിശുദ്ധന്മാരാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നെഞ്ചത്ത് കൈവച്ച് പറയും. അവിടെ മാൽ പ്രാക്ടീസ് നടക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. മാത്രമല്ല ഞാൻ ആക്ഷേപിക്കുന്നില്ല. ഡോക്ടർമാർ പരിശുദ്ധരാണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. രാഷ്ട്രീയ രംഗത്തൊക്കെ നടക്കുന്ന ഗൂഢാലോചനയുണ്ട്. ഈ വിഷയം അടിച്ചു മാറ്റി കിഡ്നാപ്പ് ചെയ്തു പോലെ. ഗൂഗിളിൽ കാണുന്നതെല്ലാം 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ആർക്കും എന്ത് വേണമെങ്കിലും അപ്ലോഡ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ പ്രചരിപ്പിക്കാം. അതിലൊരു സയന്റിഫിക് എവിഡൻസോ ഒന്നുമില്ല. സീറോ മെഡിക്കൽ ബില്ലിൽ ജീവിക്കുന്നയാളാണ് ഞാനും എന്റെ കുടുംബവും. അല്ല, താങ്കൾ ചികിത്സ നടത്താറില്ലേ? ഇല്ല, ഒരു മരുന്ന് ഉപയോഗിക്കാറില്ല. അസുഖങ്ങൾ വരാറുണ്ടോ? വരാറില്ല. അപ്പം അതെന്തെങ്കിലും വിശ്വാസത്തിന്റെ ഭാഗം വല്ലതും? അല്ല, എന്റെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ്. എനിക്കൊരു അസുഖമില്ല. ടാറ്റ ഗ്ലോബൽ. താങ്കൾക്ക് അസുഖമില്ലാത്ത എനിക്ക് മനസ്സിലാവുന്നു. താങ്കളുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്? ഭക്ഷണ രീതികൾ അങ്ങനെ തന്നെയാണ്. 10-30 വർഷമായിട്ട് ഞാൻ മാർഷൽ ആർട്സ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചുള്ള എന്ത് ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരു ദിവസം നമ്മൾ അരമണിക്കൂർ നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ നമുക്ക് യുവത്വം നേടിയെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ താങ്കൾക്ക് യുവത്വം കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്? തീർച്ചയായിട്ടും. നമ്മള് ഫിസിക്കലി ഫിറ്റ് തിരിച്ചറിയാൻ പറ്റിയ ഒരാളില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാവിലെ ഒരു ദിവസം ക്ഷയരോഗത്തിന് ചുമ എന്ന് പറയുന്ന പോലെ ഇതിനകത്ത് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമോ? സിംറ്റംസ് എന്താണ്? അതായത് നമ്മളെ സംബന്ധിച്ച് ഇതേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചുള്ള ഈ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ചുമ അതുപോലത്തെ എല്ലാം നമുക്ക് ആശ്വാസം കിട്ടുന്നതാണ്. അപ്പൊ എക്സസൈസിനെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് എപ്പോഴും ദോഷമായിട്ടേ വരത്തുള്ളൂ. ആഹാരം എന്ത് വേണം കഴിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു ദിവസം നമ്മുടെ ബോഡി ഒന്ന് വേർത്ത് പോയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലെ ദുഷ്ടുകളെല്ലാം മാറിപ്പോവുകയാണ്. അത് തന്നെയാണ് ഏറ്റവും അല്ല. താങ്കൾ ഇതിനകത്ത് ഒരു ട്രെയിനറാണല്ലോ താങ്കൾ. താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങനെ ഒരു നമുക്ക് കൃത്രിമമായ മാർഗ്ഗങ്ങൾ അവലംബിക്കാം. ഇപ്പൊ ഡോക്ടർ നടത്തുന്ന ക്ലിനിക്കിൽ പോവുക, സർജറി നടത്തുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ അന്വേഷണയും എല്ലാം ആൾക്കാർ പറയുന്ന വഴികളിലൂടെ ഒക്കെ സഞ്ചരിക്കാം. അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. നമ്മൾ അതിനേക്കാളും ഉപരി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ ജീവിതത്തിൽ കുറച്ച് ചിട്ടകൾ വെക്കുകയാണെങ്കിൽ ഞാനിപ്പോ 10-30 വർഷമായിട്ട് 40 വയസ്സോളമായി. ഞാനിപ്പോ ചോദിക്കട്ടെ, ഇപ്പൊ ജയശേഖർ ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയി കഴിഞ്ഞാൽ താങ്കളുടെ ഫേസ് ഒക്കെ നല്ല പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് വേറെ രൂപത്തിലാക്കി തരും. എനിക്ക് അതിന് ആവശ്യമില്ല. എനിക്ക് അതിനോട് താല്പര്യമില്ല. നാട്ടുകാർക്ക് ആവശ്യമുണ്ടെങ്കിലോ? അതോ ആവശ്യമുള്ളവർ പൊക്കോട്ടെ. ഞാൻ എന്റെ അതല്ലേ ചോദിച്ചേ. താങ്കളെ നല്ല സുന്ദര സുമുഖനായി സുന്ദര കളയപരത്തി ആളുകൾ താല്പര്യമുണ്ട്. ഇല്ല, എനിക്കിപ്പോൾ ഞാൻ സുന്ദരനാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാമിന്റേതായ സ്വന്തമായ ടിപ്സ് എന്തെങ്കിലും നാട്ടുകാർക്ക് ഡോക്ടറൊക്കെ ചാർജ് ചെയ്യും? മാം ഫ്രീ ആയിട്ട് ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. ഇങ്ങനെ എളുപ്പമാണോ അത്? ഒരു 20 വയസ്സ് മുതൽ ഒരു 40 വയസ്സ് വരെ ഉള്ളവർ എന്റെ അക്കാദമിയിൽ പഠിക്കാൻ വരുന്നുണ്ട് IELTS. അല്ല, ഞാൻ സ്വന്തം ജീവിതത്തിലേക്ക് ഒരു കണ്ണാടി പിടിച്ചാലേ, അതായത് നമ്മളുടെ സന്തോഷമൊക്കെ കൂടെ നിൽക്കുന്ന ആളിനെ ആശ്രയിച്ചിരിക്കുമല്ലേ? അത് എത്ര എളുപ്പമാണോ അത്? ഞാൻ എന്റെ ജീവിതത്തിലേക്ക് നോക്കുന്നതിന് ഒരുവിധമുള്ള ദാമ്പത്യത്തിലൊക്കെ ലോക ബോറന്മാരാ കെട്ടിക്കയറിയിരിക്കുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ സന്തോഷം ഉണ്ടാകുന്നു? സന്തോഷം ഞാൻ മറ്റുള്ളവരിൽ നിന്ന് കണ്ടെത്തി. ഞാൻ എപ്പോഴും അവരുടെ കൂടെ ചിരിച്ചും കളിച്ചും ഇരിക്കുന്നു. എത്ര പ്രായമായി? 25-ന് എന്താ പ്രത്യേകത? നിങ്ങളെ പോലുള്ളവരെ കൊണ്ട് വഴിയടക്കാൻ പറ്റത്തില്ല. അത് തന്നെ പ്രശ്നം. കേട്ടോ കിളവന്മാര്, നിങ്ങള് വഴിയടത്തത്തില്ല ആൾക്കാര്. റെഡി. 25 വയസ്സുള്ളവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല സ്കിന്നൊക്കെ നല്ല തെളിഞ്ഞിരിക്കും. പിന്നെ അണ്ടർ ഐയിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. 40 വയസ്സ് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ സ്കിൻ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ഇല്ലാതാക്കാന്നല്ലേ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. 17 അതിലേക്ക് ഇനി പോകാൻ പറയുമോ? ജോലിയാവോ? 17 വേണ്ടെന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് പ്രപ്പോസൽസിന്റെ പ്രശ്നമാണ്. 25 ആകുമ്പോൾ ആ പ്രശ്നം വരുന്നില്ല. അല്ല, ഈ ഞാൻ ഇനി ഒരു വളരെ പേഴ്സണൽ ആയിട്ട് ചോദിച്ചു, ഈ കാഞ്ചിയുടെ പ്രശ്നം എന്തുവാ? എനിക്കൊന്നും സാറിന് നല്ല ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ഒരുപാട് കോൺഫിഡൻസ് അല്ല, ഞാനത് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് പറയുകയാണ്. ഓവർ കോൺഫിഡൻസ് ഉണ്ട്. സാറിന്റെ പല്ലുകൾ വളരെ മനോഹരമാണ്. പിന്നെ ഡ്രസ്സിംഗ് സ്റ്റൈൽ വളരെ ഭയങ്കര സുന്ദരനാണ്. ഞാൻ ആലോചിക്കുന്നത് സാറിന്റെ ചെറുപ്പകാലമാണ് ഞാൻ ആലോചിക്കുന്നത്. സാറിനെ ചെറുപ്പത്തിൽ കണ്ട ആരെ പോലെ ഉണ്ടായിരുന്നു? എന്നെ പോലെ തന്നെ ഉണ്ടായിരുന്നു ഞാൻ. ഇതുപോലൊരു സുന്ദരി ആദ്യമായിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നത്. അതോടെ പുള്ളി ഔട്ടായി പോയി. കാരണം പുള്ളി വിചാരിക്കുന്നത് എന്റെ പല്ലിനെ കുറിച്ച് തന്നെയാണ് ഈ അഭിപ്രായം പറയുന്നത്. അല്ല, പൊട്ടാതിരിക്കില്ല, കള്ളമാണ്. ഇനി അഭിപ്രായം മാറും. നിങ്ങൾ തിരികെ അഭിനയിക്കണം ഇനി അല്ലേ? അല്ല, പുള്ളി വളരെ സന്തോഷമായി കേട്ടോ. വീട്ടിൽ എന്തായാലും പ്രശ്നം ഇല്ലെങ്കിലല്ലേ ഉണ്ടാകാൻ. അവിടെ പ്രശ്നമുണ്ട്. ഇപ്പോഴാണ് പുള്ളി കറക്റ്റായി വന്നത്. ഒരു കാര്യം മനസ്സിലായില്ലേ? സംസർഗമാണ്. കറക്റ്റ്. മാത്രമല്ല ഇത്രയും കാലത്തിന് ഒരു സുഖകരമായ ഒരു സംഭവം ആരിൽ നിന്ന് കിട്ടിയിട്ടില്ല. നിങ്ങളൊരു അനാക്രാത കുസുമം പോലെ നിന്നു. അതാ പറ്റിപ്പോയത്. അല്ല, ഇദ്ദേഹം പറഞ്ഞു 25 വയസ്സിൽ കാണുമ്പം സുന്ദരിയായിട്ടെന്നുള്ള ഒരു മനോഭാവത്തിനോട് അല്പം മാറ്റം വരുത്തണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
25 അത് വയസ്സിൽ ടീച്ചർ ഈ വൈകിയ വേളയിലാന്ന് പറയല്ലേ ടീച്ചർ? അല്ല വൈകിയ വേളയിലല്ല, അനുഭവത്തിൽ കൂടെ പോവാ. 25 വയസ്സ് കഴിഞ്ഞാലും ഇതുപോലൊക്കെ നിലനിർത്താം. അതായത് മറ്റുള്ളവർ എന്താണ് ഈ സൗന്ദര്യം, മറ്റുള്ളവർ നമ്മൾ സ്ത്രീകളെ കാണുമ്പോൾ മിതമായിട്ട് നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് നല്ല മുഖത്ത് നമ്മളെ നോക്കുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നുന്ന ഒരു രീതി, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അത് നമ്മളിൽ വരുത്തുന്നതിന് ഒരു പ്രയാസവും ഇല്ല. നമ്മുടെ മനസ്സും ക്ലിയറായി, നമ്മുടെ ഭക്ഷണങ്ങളും ക്ലിയറായി, നമ്മുടെ കുടുംബ സാഹചര്യവും നമുക്ക് അനുകൂലമാണെങ്കിൽ അത് വരും. ഇല്ല ടീച്ചറെ, മനസ്സിൽ മാത്രം ഇട്ടുകൊണ്ട് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നിൽക്കത്തില്ല. അല്ല അത് വരും, അത് കോട്ടയംകാരിക്ക് 25 വയസ്സെന്നുള്ള ഒന്നുകൂടെ അങ്ങോട്ട് കയറാം. 25 വയസ്സിൽ മാത്രമാണ് സൗന്ദര്യം നിൽക്കുന്നത് എന്ന് പറയുന്നത് തെറ്റാണ്. അത് അങ്ങോട്ട് നോക്കി അറിയാലോ. അത് തെറ്റാ. അത് 25 വയസ്സല്ലല്ലോ സുബലേഷ്. 25 ആവുമ്പോഴാ മനസ്സുകൊണ്ട് താഴെയാണ് അല്ലേ സുബലേഷ്? വെച്ചിട്ടുണ്ട്, 35 എന്താ പറയുക, പുള്ളിക്കാരി ഒരു അഭിപ്രായം പറഞ്ഞു. അത് ആ ഒരൊറ്റ ആശ്വാസമേ ഉള്ളൂ അല്ലേ? അതെ, എന്റെ പൊന്നെ, മലയാളം നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇദ്ദേഹം മാത്രമല്ല. നിങ്ങൾ ചേരേണ്ടവരാ കേട്ടോ. ഏറ്റുമുട്ടിയ കാഞ്ചിയുടെ കാര്യം പോക്കാ അല്ലേ? അപ്പൊ എനിക്ക് തോന്നറിയോ, പുള്ളി നല്ല ഹോട്ടലിലേക്ക് കഴിച്ചിട്ടില്ല. റെഡി. അതൊരു പ്രത്യേകം എന്താന്ന് വെച്ചാ ഇപ്പൊ മേഡം പറഞ്ഞില്ലേ അവിടെ എന്തിനാ ഡ്രസ്സ് ഇടുക, എന്തിനാ മേക്കപ്പ് ചെയ്യുന്നതെന്ന്. ഓരോ പ്രൊഫഷനിൽ ഓരോന്നുണ്ട്. ആസ് എ ടീച്ചർ ഇതെങ്ങനെ വരണോ അതുപോലെ വരും. ഒരു ഡോക്ടർ അതെന്താ വെച്ചാൽ അവർക്കുണ്ട്. നമ്മുടെ ഒരു പ്രൊഫഷൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ അത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം, അത് എൻ്റെ കടമയാണ്. ഇല്ലെങ്കിൽ എന്നെ ആരും വിളിക്കൂല. അതൊന്ന്. രണ്ടാമത് ദൈവം തന്ന സൗന്ദര്യം, ദൈവം തന്ന ഒരു സൃഷ്ടി രൂപം, അതിനെ നമ്മൾ നാശമാക്കേണ്ട കാര്യമില്ല. അത് എത്രത്തോളം നമുക്ക് നന്നാക്കാൻ പറ്റുമോ. ഒരു ഷോക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും പലതരത്തിൽ വേഷം വന്നു. എന്താന്ന് വെച്ചാൽ നാളെ ഷോ ഉണ്ട്, ഏത് സാരി ഉടുക്കണം, അങ്ങനെയേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. അവരെ നമ്മുടെ വീട്ടിലിരിക്കുമ്പോൾ വരില്ല. അതൊക്കെ ഒരു കുറ്റമായിട്ട് പറയാൻ പാടില്ല. അവര് പറയുന്നത് ഷോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അണിഞ്ഞൊരുങ്ങി തന്നെ പോകണം. ഇന്നലെ ഇതിനെ കുറിച്ചൊക്കെ ആലോചിച്ചായിരുന്നു? ഇന്നലെ മുഴുവൻ ഞാൻ ഇതിനെ പറ്റിയായിരുന്നു. ഒരു ദിവസം ലീവ് എടുത്തായിരുന്നു ആലോചന. ഏത് ഡ്രസ് ഇട്ടാലാണ് ലൈറ്റ് അടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശോഭ ഉണ്ടാകുക, ഇതായിരുന്നു ചിന്തിച്ചോണ്ടിരുന്നത്. കാരണം IELTS ട്രെയിനർ നിലയ്ക്ക് എനിക്ക് ഇത്തരം വേഷം ലൈറ്റ് അടിക്കാതെ തന്നെ ശോഭയുണ്ട്. അല്ല, ഞാൻ പറഞ്ഞിട്ട് വരുന്നത് ക്ലാസ് എടുക്കുമ്പോ എനിക്ക് ഇത്തരം വേഷങ്ങളൊന്നും ഇടാൻ പറ്റില്ലായിരുന്നു. ബാബു ഒരു ഇടതുപക്ഷത്തേക്ക് ചായുന്നതായിട്ട് എനിക്ക് ഒരു ഉദാഹരണം പറയാം. നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ ചില വിഷയങ്ങളോട് ഒരു താല്പര്യം ഉണ്ടാവില്ല. കണക്കൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ നല്ല ടീച്ചറാണ് ക്ലാസ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ആ സബ്ജക്റ്റിനോട് താല്പര്യം ഉണ്ടാവും. ഈ ചാമരമൊക്കെ പണ്ടേ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ടീച്ചർ എന്നുള്ളതിനൊരു ഡെഫിനിഷൻ പറയാം. അതെന്ന് നല്ല സാരിയൊക്കെ നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് പെരുമാറുന്ന. പക്ഷെ എനിക്കറിയാം, നല്ല സാരി ഉടുത്ത നല്ല വൃത്തിയായിട്ട് ഒരു ഭദ്രകാളി പോലെ വരുന്ന ടീച്ചറിനെ എനിക്ക് അല്ല, അത് നല്ല സ്വഭാവം കൂടി ഞാൻ പറഞ്ഞു. ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ ചിരിയാണ് ആദ്യത്തെ ആയുധം. പിന്നെ നല്ല പല്ലുകൾ. എന്നെ സ്വാധീനിച്ച ഒരു ടീച്ചർ ഇതുപോലായിരുന്നു ചെറുപ്പത്തിൽ. നമുക്ക് ആ സബ്ജക്ട് ഇഷ്ടമായി തുടങ്ങും. നമ്മൾ അവിടെ വന്ന് ഇരിക്കുമ്പോ തന്നെ എല്ലാരെയും നോക്കി ഒരു പുഞ്ചിരി. അതുപോലെ തന്നെയാണ് പകുതി ടെൻഷൻ. ഇവരുടെ ഫീൽഡ് മെഡിക്കൽ നല്ല നേഴ്സാണ് നമ്മുടെ ചികിത്സ പകുതി. വർഷങ്ങൾക്ക് മുമ്പ് ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അന്നും ടീച്ചർ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ്. എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. ഞാൻ 30 കൊല്ലമായിട്ട് കാണുക. ഇതുപോലെ തന്നെ ഇരിക്കുമല്ലേ? എന്താ പറയാൻ കണ്ടാൽ എക്സ്ക്യൂസ് മീ ഏത് കോളേജിലാണ് എന്ന് ചോദിക്കും. അത് ചോദിക്കും. നമ്മള് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖമാണ് ഒരു മനുഷ്യന്റെ ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. ഫ്രണ്ട് ഓഫീസ് റിസപ്ഷൻ ആണോ അത്? അതെ, ആണ്. നമ്മള് ഒരു മനുഷ്യനെ കാണുമ്പോ ഈ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞു എന്ന് പറയും. അപ്പോൾ ഒരു മുഖത്ത് ഒരു ചിരിയൊക്കെ ആയിട്ട് നമ്മൾ ഒരാളെ സമീപിക്കുമ്പോഴത്തേക്കും അവിടെ തന്നെ നമുക്ക് അയാളെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് കഴിയും. അതേസമയം നമ്മൾ ഒരു മുഷിഞ്ഞ മുഖമായിട്ട് ഒരാളെ സമീപിക്കുമ്പോഴത്തേക്കും അത് ഒരു സുഖകരമായിട്ട് കാണുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും തോന്നില്ല. ഇപ്പോൾ ഒരു 6 ആഴ്ച പ്രായമായ കുട്ടി തുടങ്ങി മരിക്കുന്നത് വരെ ടെൻഷനിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. മനുഷ്യന് ടെൻഷനില്ലാതെ ഒഴിവാക്കാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ആ ടെൻഷൻ നമുക്ക് എങ്ങനെ ലഘൂകരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ കാര്യം. ചെറുപ്പം എങ്ങനെ നിലനിർത്താം. നമ്മൾ ഈ ടെൻഷൻ വരുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് പർവ്വതീകരിച്ച് ആലോചിക്കുമ്പോഴാണ് ഇത് പ്രശ്നമായി തീരുന്നത്. അപ്പോൾ താങ്കൾ എന്തെങ്കിലും ഈ ചെറുപ്പം നിലനിർത്താനുള്ള കൃത്രിമ പരിപാടിയിൽ
കൃത്രിമ പരിപാടികളൊന്നും ചെയ്യുന്നില്ല. ജെന്യൂനായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ചിരിയിലാണ് ഞാനത് നിലനിർത്താൻ ചിരിക്കാരനാണോ? തീർച്ചയായിട്ടും. ഞാനൊരു മാസ്റ്റർ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണ്. ലാഫ്റ്റർ യോഗ ഇന്റർനാഷണൽ അതെ അതെ അതെ. അപ്പോൾ ഡോക്ടർ മദൻ കടാരിയ എന്ന് പറയുന്ന MBBS ഡോക്ടറാണ് അതിൻ്റെ ഫൗണ്ടർ ആൻഡ് CEO. ഇന്ന് ലോകത്ത് ആകമാനം 25 ലക്ഷത്തിലധികം ക്ലബ്ബുകൾ 70 രാജ്യങ്ങളിലായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആയുസ് കൂടും. താങ്കളാണ് ഈ അടുത്ത കാലത്ത് ഒരുപാട് ചിരിച്ചിട്ടുള്ളത്. അപ്പൊ ആയുസ് ഒത്തിരി കൂടുമല്ലോ, പിന്നെ മനുഷ്യന് ബുദ്ധിമുട്ടാവുമല്ലോ മിക്കവാറും. ചെറുപ്പത്തെ കുറിച്ച് ഇങ്ങനെ ആദ്യ കയറി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ചിന്തിക്കാൻ തുടങ്ങിയത് മോൾക്ക് ഒരു 20 വയസ്സായപ്പോഴാണ് അത് ചിന്തിക്കാൻ, സീരിയസ് ആയിട്ട് ചിന്തിക്കാൻ തുടങ്ങി. മോൾക്ക് ഈ പ്രശ്നമുണ്ടോ? മോൾക്ക് ആ പ്രശ്നം, എനിക്കിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അവൾക്ക് അറിഞ്ഞൂടാ. മോൾക്ക് 20 വയസ്സെന്നാണോ പറഞ്ഞേ? അതെ. ടീച്ചർ ഞെട്ടിയോ? ടീച്ചർ ഇനി 1-2 ഞെട്ടും, ബാക്കിയോടെ പറഞ്ഞു. ടീച്ചർ ഇത് ഇറങ്ങി തിരിച്ചത് ഈ സാരിയും ചുറ്റി ഞെട്ടാൻ വേണ്ടി മാത്രം. ശരി, പറഞ്ഞു. അതല്ല, മോൾക്ക് 20 വയസ്സുണ്ട്. മോള് ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരാളാണ്. അത് ശരി. 25 വയസ്സ്. മോളുടെ പേര് മീനാക്ഷി എന്നാണ് അങ്ങ് ക്യാരക്ടർ. സമയങ്ങൾ ഞാൻ സീരിയൽ കാണും. ഉഴവർജി അറിയാമോ? ഇല്ല, നല്ല സുന്ദരനായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. നല്ല ഡ്രസ് സ്റ്റൈൽ സാറിന്. അല്ല, അത് എനിക്ക് ഇവിടെ വന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം കിട്ടിയത് അതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ സന്തോഷം അറിയോ, ശരത് പവാർ പോലും പറഞ്ഞിട്ടില്ലാത്തൊരു കോംപ്ലിമെന്റ് അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് വലിയ ഗുണമായി. ഞാൻ വിചാരിക്കുന്നത് സാറിന്റെ കൂടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിന്ന് സെൽഫി എടുക്കണം, എല്ലാരെയും കാണിക്കണം. ഏത് ഉഴവർജിയുടെ കൂടെയോ? അതെ, പറ്റില്ലേ? എന്റെ അമ്മു, കോട്ടയംകാരാ, ഞാനും കോട്ടയല്ലേ. അതാ നിങ്ങൾ അതാ ഉഴവൂർന്ന് കോട്ടയത്തോട്ട് ഇറങ്ങാൻ 40 പൈസ ടിക്കറ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഒരു സെൽഫി എടുക്കാവുന്നേ അല്ലേ? വരെയോ, അതാണ്. അപ്പൊ ബാബുവിനെ എത്ര വർഷമായിട്ട് കാണുന്നുണ്ട്? ഇടവേള ഞാൻ ഒത്തിരി നാളായിട്ട് കാണുന്നുണ്ട്. എനിക്ക് സാറിന്റെ ഏജ് അറിയില്ല, പക്ഷെ ഞങ്ങൾ അറിയിക്കുന്നില്ല. സാറിന്റെ ഈ ചബി ചിക്സ് ഉണ്ടല്ലോ, ഇങ്ങനെ റെഡ് കളറിൽ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താണ്? അതിനുവേണ്ടി ഞാൻ മേക്കപ്പ് ചെയ്യാറില്ല. അതെ, എനിക്ക് തോന്നുന്നത്, ഞാൻ എന്റെ അറിവിലൊരു കാര്യം പറയാം. ഒരു മിസ്സിസ് ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ മുഖ്യ സംഘാടകനാണ്. അതിൽ ഞാൻ പങ്കെടുക്കാൻ വേണ്ടി വരാനിരുന്നോണ്ടിരുന്നു. അത് പ്രമാണിച്ച ബാബു സ്ഥലം വിട്ടത്. അല്ല, ഞാൻ അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ ഒരു ദിവസം താമസിച്ചു പോയി. അല്ല, അത് ഇനിയും സാധ്യതയുണ്ട്. ബാബുവിന്റെ ശുപാർശക്കത്തോടെ പങ്കെടുക്കാം അല്ലേ? ഫേസ്ബുക്കിലെ പ്രോഗ്രാം കണ്ടിരുന്നു. അപ്പൊ അത് വ്യൂവർ ആകണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുന്നു. മാത്രമല്ല, ബാബുവിന്റെ ഒരു പ്രത്യേകത എന്തോ ഈ കാര്യത്തിൽ നമ്മളൊക്കെ മിസ്സിസ് ഗ്ലോബലിന്റെ പിന്നിലുണ്ട്. അതായത് ബാബു എന്തായാലും കല്യാണം കഴിച്ചില്ല. ഇനി കല്യാണം കഴിച്ച വീട്ടമ്മമാരെ നേരെയാക്കാന്നുള്ള ബാബുവിന്റെ ഐഡിയ. എന്തോ അതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ നോക്കിയപ്പോ അതില് വലിയൊരു കാര്യം ഉണ്ടെന്ന് മനസ്സിലായി. കാരണം വിവാഹ ജീവിതമൊക്കെ നന്നാണ്, പക്ഷെ അവർക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ. ഉറപ്പായിട്ടും ജീവിതത്തിന്റെ ഒരു പകുതി ഭാഗമാകുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഒരു മന്ദിപ്പ് പിടിക്കുന്നതായിട്ട് എനിക്കും തോന്നിയിട്ടുണ്ട്. അത് ഈ കുട്ടികൾ വളർന്നതിന് ശേഷമാണോ? എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അതായത് ദാമ്പത്യത്തിൽ ആദ്യത്തെ ഒരു 10 വർഷം കുറച്ച് റൊമാൻസും ഒക്കെ ആയിട്ട് ഭാര്യ ഭർത്താവോടൊക്കെ പോകും. അത് കഴിയും പിള്ളേരൊക്കെ വളർന്നു കഴിയുമ്പോൾ ഇവർക്കൊരു തൊഴിൽരാഹിത്യം അനുഭവപ്പെടും. ഈ ഭാര്യയ്ക്കും ഭർത്താവിനും, പ്രത്യേകിച്ച് ഭാര്യയ്ക്ക് ജോലിയും കൂടി ഇല്ലെങ്കിൽ. ഞാനൊക്കെ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം രാത്രി 10 മണി വരെ എനിക്ക് ക്ലാസ്സസ് ഉണ്ട്. എനിക്കത് നിർബന്ധമില്ല 10 മണി വരെ കൊണ്ടുപോകണമെന്ന്. എന്ന് വെച്ചാൽ ഞാൻ തന്നെയാണത് 10 മണി വരെ ആക്കിയിട്ടുള്ളത് ക്ലാസ്സസ്. കാരണം കുറച്ച് ശിക്ഷയായിട്ട് അവരുടെ ഒരു ഫീഡ്ബാക്ക് എടുത്തായിരുന്നോ? അവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞാനിങ്ങനെ സന്തോഷമായിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുങ്ങിയൊക്കെ അല്ലേ അവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ സെൽഫി എടുക്കുന്നുണ്ട്. ക്ലാസ്സിന് ഇടയ്ക്കിടയ്ക്ക് സെൽഫി ഉണ്ട്. അവിടെ അറ്റൻഡൻസ് രജിസ്റ്റർ ഇല്ല, പകരം ഫോണാണ് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്റർ. ഭയങ്കര ഹാപ്പി ആയിട്ട് ഫോൺ അല്ലെങ്കിൽ സെൽഫി. അതെ, ഇതൊക്കെ പുതിയ പാഠ്യക്രമമാണ്. വളരെ അപ്ഡേറ്റ് ആണ്. അതാ കാരണം. അതായത് ഈ സാധാരണ ഈ ടീച്ചറിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ പിള്ളേർക്ക് ബോറടിക്കുന്നത് റൈറ്റ് ഡൗൺ നോട്ട് എഴുതറാന്ന് പറയും. അങ്ങനത്തെ ഒരു ക്ലാസ് അല്ലല്ലോ. അല്ല, അങ്ങനത്തെ ഒരു ക്ലാസ് അല്ലല്ലോ, കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരോട് സ്നേഹമായിട്ട് സംസാരിക്കും, അങ്ങനെയൊക്കെയാണ്. മാം മോസ്റ്റ് പോപ്പുലർ ആണോ പിള്ളേരുടെ ഇടയിൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരോടൊന്ന് ചോദിക്കേണ്ടി വരും. ഫീസ് വാങ്ങാൻ ഞാൻ ടീച്ചറെ ആവശ്യമില്ലാത്ത ചോദ്യമായി. ഫീസ് ചോദിക്കാൻ മടിയുള്ളതുകൊണ്ട് വേറെ ആളെ ഏൽപ്പിച്ചിരിക്കുക. അല്ല, സുന്ദരികൾ ആരോടും പൈസ ചോദിക്കരുത് എന്റെ അഭിപ്രായം. അല്ലെ, അങ്ങനെയുണ്ട്. വാൽമീകി രാമായണം ഭാഗം 2. പറഞ്ഞോളൂ. എല്ലാവരും ഫുഡ് ക്വാണ്ടിറ്റി എങ്ങനെ കുറയ്ക്കാന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം, എല്ലാം പോയല്ലേ, ഇത്രയും കേട്ടാ പോയല്ലേ, അതാ പ്രശ്നം. എന്ത് ഫുഡ് കഴിച്ചാലും ആ കഴിക്കുന്നതിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക. അത് മലയാളിക്ക് പറ്റത്തില്ല. അത് മലയാളി ഭക്ഷണത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നേരത്തെ പറഞ്ഞു, മമ്മൂക്ക ലാലേട്ടനെ തന്നെ എടുക്കുക. മമ്മൂക്ക എന്ത് കഴിച്ചാലും തടി വെക്കില്ല. അത് അദ്ദേഹത്തിന്റെ ജനറ്റിക് നേച്ചറാണ്. ലാലേട്ട് ഇത്തിരി കഴിച്ചാൽ മതി, അപ്പം തടി വയ്ക്കും. പക്ഷെ അങ്ങനെ ഒരു ഗുണമുണ്ട്,
നേരെ തടി കുറയ്ക്കാനുള്ള കഴിവുണ്ട്. തടി കയറി ഇറങ്ങുകയും ചെയ്യുന്നത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് തന്നെയാണ് ഓരോരുത്തർക്കും ഓരോ ബോഡി ഷേപ്പ് ദൈവം തന്നുണ്ട് ജനറ്റിക് ആയിട്ട്. അപ്പൊ അതില് ഇത് ഈ ഘടകമൊക്കെ അതിലുണ്ട്. ഭക്ഷണം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഇദ്ദേഹം പറഞ്ഞ പോലെ ഞാനും പരീക്ഷണം നടത്തി, ഞാൻ പറയാണ്ടിരുന്ന അവസാനം എന്റെ ബ്ലഡ് കൗണ്ട് പോയി. ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചു ആരെയും മണ്ടത്തരം കാലത്ത് 8 മണിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ രാത്രി 10 മണിക്ക് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. 2.5 കൊല്ലം ഞാൻ നോക്കി, ഒരു ഗുണം ഉണ്ടായില്ല. ഓടി നോക്കി, അതും ഒരു ഗുണം ഉണ്ടായില്ല. പിന്നെ നമുക്ക് അങ്ങനെ കഴിക്കാം. ഞാൻ മധുരാധികം കഴിക്കാത്ത ആളാണ്. എനിക്ക് എരിവിനോടാണ് കൂടുതൽ ഇഷ്ടം. പക്ഷെ നമ്മൾ കഴിക്കുന്നതല്ല, ഞാൻ കണ്ടുപിടിച്ചത് എന്താ അവസാനം മനസ്സ് നന്നായി തടിയൊക്കെ വെക്കും. എന്തൊരു സുഖം കിടന്ന് ഉറങ്ങാന്ന് അറിയാം. ഞാൻ കിടന്നപ്പോൾ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ ഉറങ്ങാം. ഒരു 5 മിനിറ്റ് കയറിയാൽ എത്ര ആൾക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ മുഹമ്മദ് ഖാനാണെ 3 ദിവസം ഉണർന്നു കിടക്കും. എന്താഹാരമാണ് ഏറ്റവും ഞാൻ നേരെ തിരിച്ചാണ്. സാധാരണ ഉച്ച നേരത്തെ എല്ലാവരും അരിയാഹാരം കഴിക്കും, രാത്രി മറ്റേ ഗോതമ്പിന്റെ. ഞാൻ തിരിച്ചാണ്. ഒരു മറുപടി നിങ്ങളെ തിന്നാനായപ്പോ ഇഷ്ടം. ഞാൻ തിരിച്ചാണ്. എനിക്ക് രാത്രി ചോറുണ്ടാനാണ് ഇഷ്ടം. അതാണ് കുഴപ്പത്തിന്റെ ഏറ്റവും വലിയ കഴിക്കില്ല എന്ന് പറഞ്ഞു. ചോറാണ് ഏറ്റവും വലിയ ജങ്ക് ഫുഡ്, ഏറ്റവും വലിയ കാർബോഹൈഡ്രേറ്റ്സ് നിക്ഷേപം വരുന്നത് ചോറിൽ നിന്നാണ്. ഗൂഗിളിൽ കണ്ട അല്ല, ആരോഗ്യ ശാസ്ത്രം പറയുകയാണ്. ഗൂഗിൾ കാണണ്ട. അല്ല, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലെന്ന് ഞാൻ പറയണ. അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കാം, പക്ഷെ ആ ഒരു സന്ദേശം തെറ്റുന്ന ഞാൻ ഒരിക്കലും സെലിബ്രിറ്റി ഒരു സന്ദേശമല്ല ആയതുകൊണ്ട് സന്ദേശമല്ല സെലിബ്രിറ്റിക്ക് ഇത് സന്ദേശമല്ല. എന്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞത് മാത്രം. പിന്നെ നമുക്കൊരു ഐഡന്റിറ്റി. ഇപ്പൊ ഞാൻ ഏറ്റവും വലിയ സിനിമയിലെ നൂലുണ്ടാന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തടി ഉണ്ടായിരുന്നു, വയറുണ്ടായിരുന്നു. ഒരു ദിവസം പുള്ളി ഇതേപോലെ ഓപ്പറേഷൻ കഴിച്ച് നമുക്ക് പോലും കണ്ടാൽ മനസ്സിലാവാത്ത ഞങ്ങളുടെ മീറ്റിങ്ങിന് വന്നിട്ട് ആരാണ് നമ്മളൊക്കെ ഞെട്ടിപ്പോയി. ഒറ്റ പടലാണ്ടായി പോയി. പുള്ളിയുടെ ബോഡി ഷേപ്പ് ആയിരുന്നു. കാരണം സിനിമയിൽ എല്ലാ കാലഘട്ടത്തിലും ഒരു സിനിമ എടുക്കുമ്പോൾ 4 പേരുടെ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഒരു തടിയൻ ഉണ്ടാവും, ഒരു നല്ല പൊക്കള്ള ഉണ്ടാവും. ഇതൊരു ലോക സിനിമയുടെ ചരിത്രമാണ്. അപ്പൊ നമ്മളൊരു സാധനത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ മെയിൻറ്റെയിൻ ചെയ്ത്, പ്രത്യേകിച്ച് മലയാള സിനിമയിലുള്ള കുഴപ്പം, ഞാൻ ഒരുപാട് കൊല്ലം ഈ കോളേജ് കുമാരനായിട്ട് അഭിനയിച്ച ആളാണ്. എത്ര കൊല്ലം അഭിനയിച്ചു? 25 കൊല്ലം അഭിനയിച്ചു. ഒരു 25 കൊല്ലം അഭിനയിച്ചിട്ടുണ്ട്. പഠിച്ച ക്രൈസ്റ്റ് കോളേജിൽ അവിടെ ഞാൻ അധ്യാപകൻ, എൻ്റെ കൂടെ പഠിച്ച ആൾ അധ്യാപകനായിരിക്കുമ്പോൾ ഞാൻ അവിടെ സ്റ്റുഡൻ്റ് ആയിട്ട് അഭിനയിച്ച ആളാണ്. അവസാനം എനിക്ക് തന്നെ നാണക്കേട് തോന്നി, കാരണം ഇതൊരു ശല്യം തന്നെയാണ്. അപ്പോൾ അത് നമ്മളുടെ ബോഡി ഷേപ്പാണ്. സാർ, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇദ്ദേഹം പറഞ്ഞു അവരാണ് ഏറ്റവും വലിയ സുന്ദരി എന്ന്. ഞാൻ അങ്ങോട്ട് പറയുന്നു ഏറ്റവും നന്നായി സംസാരിക്കുന്നത് താങ്കളാണ്. അല്ല, അതും ദൈവം തന്നല്ലോ കഴിവായിരിക്കാം. സമ്മതിച്ചല്ലോ. അതിന് നിങ്ങൾ ഗൂഗിളിൽ നമ്മളെ സംസാരിക്കുന്ന കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ ഇവരൊക്കെ പറഞ്ഞില്ലേ, അമ്മയിൽ 400-500 താഴെ ആൾക്കാരുണ്ട്, വിവിധ സ്വഭാവമുള്ളവരാണ്. ഇവരുമായിട്ട് നമ്മൾ സംസാരിച്ചു തുടങ്ങി. ഇന്ന് ഞാനിപ്പോൾ ഏകദേശം 20 കൊല്ലമായി അമ്മയുടെ സെക്രട്ടറി ആയിട്ട്. എൻ്റെ ജീവിതത്തിന്റെ നല്ല കാലഘട്ടം മുഴുവൻ. ഒരിടത്ത് കേറിയ പിന്നെ ഇറങ്ങത്തില്ല. അല്ല, അത് അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ ഇവരെല്ലാവരും അമ്മയുടെ മെമ്പറാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക. നമുക്ക് അറിയാം, പറഞ്ഞു തുടങ്ങുമ്പോഴേ അറിയാം മണ്ടത്തര പറയണെന്ന്, പക്ഷെ അത് കേട്ടിട്ട് അതിന് കൃത്യമായി മറുപടി കൊടുക്കുക എന്നുള്ളത് നമ്മൾ കരുതും. അത് നമ്മൾ ട്രെയിൻ ചെയ്ത് അതിന് വേറൊരു വശമുണ്ട്. ഓരോ പ്രാവശ്യം ഇലക്ഷൻ വരുമ്പോഴും ഞങ്ങൾക്ക് വേറെ ചോയ്സ് പറയാനുണ്ടാവില്ല. അത്രയും ഹെവി റിസ്ക് ഉള്ള ഇത്രയും ഈ പറയുന്ന ആൾക്കാരെയൊക്കെ മേച്ചുകൊണ്ട് പോകാൻ എക്സ്പീരിയൻസ്ഡ് ബാബുവാണ്. വേറെ ആരും പുതിയതായിട്ട് വന്നാൽ അവിടെ ശോഭിക്കാൻ പറ്റില്ല. ടോണി, ഞാൻ ചോദിക്കാൻ വന്നത് ഈ ടോണിയുടെ ഇപ്പൊ ഇത്രയൊക്കെ സംഭവം കേട്ടല്ലോ. ടോണി ഇനി ഒരു ഷോയിലും പങ്കെടുക്കണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ? കാര്യം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളും വരുന്നു അല്ലെ ബാബുവിന്റെ കാര്യങ്ങളൊക്കെ. അല്ല, അതല്ല ബാബുവിനെന്ന് വെച്ചാൽ നിലം തൊടാതെ സംസാരിക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ ആരും ചോദിക്കാനില്ല. ടോണി ഇവിടെ വല്ലതും പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ അല്ലേ ബാബു? അല്ല, എന്റെ ഫോണിൽ കൃത്യമായ പേരുകളാണ് പലരുടെയും. കുമാരി എന്നുള്ള കൂവൊക്കെ ഉണ്ടാവുള്ളൂ. മാത്രമല്ല, ഞാൻ ഈയിടെ ഒരാളോട് ഒരു സത്യം പറഞ്ഞു കൊടുത്തു കേട്ടോ. അതായത് ഡിജിറ്റൽ നോളജ് ഉള്ള ഒരു ഭാര്യയുടെ കൂടെ, അതും കാര്യക്ഷമതയുള്ള ഭാര്യയുടെ കൂടെ ജീവിക്കാൻ അത്ര എളുപ്പമല്ല. അല്ല, കേരളത്തിൽ ഗൂഗിളിൽ പോകണ്ട. കേരളത്തിൽ പ്രസിദ്ധമായ ഒരു വിവാഹമോചനം ഒരു മെസ്സേജ് തന്നെ അല്ലാത്ത ഭാര്യയുടെ കൂടെ താമസിക്കാൻ എളുപ്പമെന്നാ പറയണത്.
അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു കേട്ടോ. കാഞ്ചി, നിങ്ങൾ എനിക്കൊരു പടം തരണം കേട്ടോ. നിങ്ങളുടെ ഒരു പടം എനിക്ക് വേണം. ഇപ്പോഴാണ് എനിക്കത് മനസ്സിലായത് കേട്ടോ. പുള്ളി അനുഭവിക്കുന്ന ആ ദുഃഖം മുഴുവൻ ഇവിടെ സാർവത്രിക അനുഭവമാണത്. ആണല്ലേ? നന്നായിരിക്കട്ടെ. ടോണിയുടെ ഹെയർ സ്റ്റൈൽ എല്ലാം ആ പഴയ സ്റ്റൈൽ തന്നെ, മാറിയിട്ടൊന്നുമില്ല. എന്തത് ഇല്ല, ഇതുകൊണ്ട് കഴിഞ്ഞു പോകാൻ പറ്റുമെന്ന് ചോദിക്കുക. ഇതാണ് സാധാരണ. അല്ല ടോണി, ഞാൻ പറഞ്ഞത് ഇപ്പം മലയാള സിനിമയിൽ ചെറുപ്പക്കാരും തള്ളിക്കറി ബാബു ഉദ്യോഗവും അവരുടെ കൂടെ ചേർന്നു. അവർ ഇങ്ങോട്ട് ചേരുന്നില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചേരുന്നു. അപ്പം ഇത് ടെലിവിഷനിൽ എങ്ങനെ അതിന്റെ ഒരു അക്രമം? പുതിയ പിള്ളേരൊക്കെ വന്നു. ടെലിവിഷനിലും ഇത് പുതിയ പിള്ളേർ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോൾ ആ കഥാപാത്രത്തിന് മാച്ച് ചെയ്യുന്ന ഒരു ആക്ടർ ആകുമ്പോൾ അങ്ങനെ അവർ നമ്മളെ വിളിക്കുന്നതാ. അല്ല ഞാൻ ഇന്ന് വരെ അങ്ങോട്ട് പോയിട്ട് ചാൻസ് ചോദിച്ചു. ടോണിയുടെ ഒരു ഭാഗ്യം. അല്ല, പക്ഷെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ഒരു. ടോണി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന സീരിയലിൽ ഇനി ഏത് ക്യാരക്ടറാണ്? ഇതുവരെ കണ്ടത് കുറെ ഉണ്ടല്ലോ. ഒരുപാട് സൂക്ഷിച്ചു വെച്ചിരിക്കല്ലേ? അപ്പൊ ഇത് ഈ ഇടയ്ക്ക് നിർത്താനുള്ള പരിപാടി ഒന്നും ഇല്ലല്ലേ ഇതിലും? ഇല്ല, അത് നല്ല സംഭവങ്ങൾ വരുമ്പോൾ ചെയ്യും. എത്ര കൊല്ലം പോകും ഇങ്ങനെ പോയാൽ? പോകുന്നിടത്തോളം നാട്ടുകാരുടെ ക്ഷമ അനുസരിച്ച് പോകും എന്നുള്ളതല്ലേ? ടോണി സന്തുഷ്ടനാണല്ലോ. ആ മുഖത്ത് ഇതറിയാം. അഭിപ്രായ വ്യത്യാസമുണ്ടോ? ആ ഇരിക്കുന്നതിൽ ഏറ്റവും സുന്ദരനാണ്. ഓ, നിങ്ങൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എനിക്ക് തോന്നിയുണ്ടല്ലോ കാഞ്ചി ഈ ദ്രോഹം ചെയ്ത് എവരാ എന്താണെന്നറിയോ? നിങ്ങളുടെ പല്ലികൾ നല്ലതാന്ന് എപ്പോ പറഞ്ഞു അപ്പൊ ഒരു ചിരിയാ. അത്രയും നല്ലതൊന്നും അല്ലപ്പാ അല്ലേ? അറിയാലോ. നിങ്ങൾ കണ്ണാടിയൊക്കെ നോക്കില്ലേ? നിങ്ങൾക്ക് എന്തോ അഭിപ്രായം നിങ്ങളെ കുറിച്ച്? ഞാൻ ശരാശരിക്ക് താഴെയാണ്. എനിക്ക് അപകർഷബോധമുണ്ട് എന്റെ സൗന്ദര്യത്തെ കുറിച്ച്. ഞാനൊരു യാഥാർത്ഥ്യം പറയട്ടെ. ഒരു 5 മിനിറ്റ് എന്റെ ഫേസ് നോക്കിയാൽ എനിക്ക് തുടരെ നോക്കാനാവില്ല. കാര്യം ഒരാൾ നോക്കിയാൽ കണ്ണാടിയിൽ നോക്കിയാൽ ഒരു സുന്ദരിയായ പെണ്ണൊന്ന് നോക്കിയാലോ എങ്ങനെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ലുക്കിസം എന്നുള്ളത് എന്റെ മസ്തിഷ്കത്തിലുള്ളത്. ഇവിടെ പറഞ്ഞല്ലോ, സുന്ദരിയെ കാണാൻ ജോലി കിട്ടാനും ശമ്പളം കൂടുതൽ കിട്ടാനും പണം കിട്ടാനും താല്പര്യം കൂടാനും ഒക്കെ കാരണമാണ് സൗന്ദര്യം. ആ സൗന്ദര്യം എനിക്കില്ല എന്ന ബോധം എന്റെ ലുക്കിസം വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ്. കണ്ണാടിയിൽ ഞാൻ വളരെ വ്യക്തമായി പറയാം, എനിക്ക് മടിയില്ല. ഒരു 5 മിനിറ്റ് എന്റെ മുഖം നോക്കുകയാണെങ്കിൽ കൊള്ളില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ കണ്ണാടിക്ക് എന്തോ കുഴപ്പമുണ്ട്. കാഞ്ചി, ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, കണ്ണാടിക്ക് എന്തോ കുഴപ്പമുണ്ട്. നിങ്ങളുടെ ഒറിജിനൽ ബ്യൂട്ടിയാണ് എന്നെ ഏറ്റവും പ്രകോപിപ്പിച്ചിട്ടുള്ളത്. സത്യം അല്ലെ? ഇദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. താങ്കൾക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? ഹേമമാലിനിയ അല്ല അല്ലേ? ഇതേ ഷോയിൽ ഞാൻ അന്ന് അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അത് കാരണം പല പഴിയും കേട്ടു. ജയഭാരതി. ഈ ജയഭാരതി ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ബാബു എന്താ കുഴപ്പം? നിങ്ങൾ അതിനകത്ത് വേറെ എന്തെങ്കിലും വൃത്തികെട്ട വശങ്ങളല്ല. ഞാന് അവരുടെ ശരീര വടിവിനെ കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പ്രകൃതിയുടെ എല്ലാ കൈവിളയാട്ടങ്ങളും നടന്നിട്ടുള്ള ഒരു ശരീരമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ ലുക്കിസം വർക്ക് ചെയ്യുന്ന അങ്ങനെയാണ്. മാത്രമല്ല, അവര് സിനിമയിൽ നിലനിൽക്കുന്ന കാലത്ത് അവർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ചാൻസ്. ഒന്നും വേണ്ട, നിങ്ങൾ യൂട്യൂബിൽ പോയിട്ട് ഓൾഡ് മലയാളം സോങ്സ് അടിച്ചു നോക്കുക. ജയഭാരതിയെ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഹിറ്റ് ഉണ്ടാകും. കാരണം അവരുടെ മുഖവും ഒരു പാട്ടിൽ അവരിങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു സീനുണ്ട്. ഞാൻ സെക്സ് പറയുകയല്ല, പക്ഷെ അവരുടെ ശരീര വടിവ് വളരെ അത്യുത്തമായി കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അതൊരു നാച്ചുറൽ ബ്യൂട്ടിയാണ്. ഇപ്പോ എനിക്ക് നിങ്ങളുടെ അസുഖം മനസ്സിലായി. സൗന്ദര്യ ആരാധകനാണ് സാറേ. ലുക്കിസമാണ് എന്റെ സ്വഭാവം. എല്ലാവർക്കും എനിക്ക് മനസ്സിലായി. അല്ലല്ല, കേസെടുക്കാവുന്നതായി. മാത്രമല്ല, ചെന്നൈ താമസിക്കുന്ന ജയഭാരതി മാം ഇത് കേൾക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഒരു ആരാധകൻ കേരളത്തിൽ ജീവനോടുണ്ടെന്നറിയും എന്ത് സന്തോഷമാവും. സാറേ, ഈ ലുക്കിസത്തിന്റെ മലയാളം വേർഡ് വൈനോട്ടം എന്നാണോ? ലുക്കിസോ അല്ല, അത് മലയാള അധ്യാപകരുടെ ഒളിഞ്ഞുനോട്ടം. അതെ അതെ. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലെന്നുള്ള. അല്ല, ഇദ്ദേഹത്തിന് നിങ്ങൾ പറയുന്നല്ലോ, ഇതേ പറയുന്ന ലുക്കിസവും എല്ലാം ഒരു കള്ളത്തരമാണ്. ഇദ്ദേഹത്തിന് അപാരമായ കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഒരു 1.5 കാനാണ്. പിന്നെ കയ്യിലിരിപ്പ് കുറച്ച് പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ ഫേസ് എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞോളൂ. എന്റെ ബ്രെയിൻ ആണ് ഏറ്റവും കൂടുതൽ ധാരണ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്. അതെന്തായാലും വെളി കാണിക്കണ്ട. വെളി കാണിക്കാൻ പറ്റില്ല. സെൽഫായിട്ടൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് മറ്റൊരാളുടെ സൗന്ദര്യം എങ്ങനെ ആസ്വദിക്കാൻ പറ്റും? ജയഭാരതിയാണ്. ജയഭാരതി ആവട്ടെ, വേറൊരു വ്യക്തി ആവട്ടെ, സ്വയമായിട്ട് അല്ല, സെൽഫായിട്ട് ഒരു ഞാൻ എന്നെ തന്നെ ആസ്വദിക്കാനോ എന്നെ കണ്ടെനിക്ക് സന്തോഷിക്കാനോ എനിക്ക് കഴിയാത്ത ഒരവസ്ഥയില് എനിക്ക് വേറൊരു വ്യക്തിയെയും ചെയ്യാൻ പറ്റും. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. സാറും ഞാനും ഈ ക്യാമറയുടെ മുമ്പിൽ നിൽക്കാം. ആളുകൾ ആരെ നോക്കും? സാറിനെ നോക്കും.
താങ്കളെ നോക്കും. കള്ളം പറയല്ലേ, നോണ പറയല്ലേ. അപ്പൊ ഇതാണ് ലുക്കിസം എന്ന് പറയുന്നത്. എനിക്ക് കമ്പാരിറ്റീവ് അനാലിസിസിൽ കൂടി ഞാൻ പറയാണ്, സൗന്ദര്യത്തെ വിലതൂക്കി എടുക്കുമ്പോൾ മറ്റു പുരുഷ ഇരിക്കുന്ന അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം ഷേവ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് ഒരു പച്ച വന്നിട്ടുണ്ട് കേട്ടോ, അത് സൗന്ദര്യമാണ്. ഷേവ് ചെയ്തുകൊണ്ട് ഒരു പച്ച കളറുണ്ട്. ഇത് ലുക്കിസവുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നത്. നിങ്ങൾ കുറെ ലുക്ക് ചെയ്തത് എനിക്ക് മനസ്സിലായി. ആ നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ, നിങ്ങൾ അല്ല ബാബു, നമുക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, പുതിയ നടികളിലേക്കൊക്കെ മാറണം. ഇത് 50s ഒരുപാട് ക്യാമറ ടെക്നിക്കുകൾ ഉണ്ടായിരുന്നു. MGR ഒക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ച സമയത്ത് ക്ലോസപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ഫിൽറ്റർ ഇടുമായിരുന്നു. അത് കണ്ടിട്ടാണ് ജനങ്ങൾ ഇത്രയും ഭയങ്കരമായിട്ട് ആരാധിച്ചിരുന്നത്. ആ കാലഘട്ടത്തിലാണ് ജയഭാരി ചേച്ചിക്ക് അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോ ഹിന്ദി നടന്മാര് പലരുടെയും കണ്ണുകൾ ഒരുപാട് മദ്യപിച്ചിട്ട് അത് വന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡയറക്ടർ സിദ്ദിഖ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, രാവിലെ അവര് വളരെ വിഷമമുണ്ട് അവർക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, കാരണം അവരെ കണ്ണൊക്കെ ഭയങ്കര ഡള്ളായിട്ട്. പക്ഷെ അത് പിന്നീട് എഡിറ്റിംഗ് സമയത്ത് വേണ്ട കാര്യങ്ങൾ ശരിയാക്കും. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ചു കാലമായി പ്രസംഗത്തിന്റെ ആവേശം കൂടിയോ? ശ്രദ്ധിച്ചപ്പോ അങ്ങനെ തോന്നി, കുറച്ച് ഹാസ്യരസം കൈമോശം വരുന്നു. അതാണോ? ആ പ്രസംഗത്തിന് അത് കറക്റ്റാ. പക്ഷെ എനിക്കൊന്ന് ഉമ്മൻചാണ്ടി ആയിരുന്നു ഭരണം, കത്തിയാങ്ങി കേറിയന് അല്ലേ? അതെ അതെ. ഇപ്പൊ ഇരട്ട ചങ്കെന്നും പുലിമുരുകെന്നും ഒക്കെ പറയാൻ പറ്റും അല്ലേ? അല്ല, പ്രതിപക്ഷമാകുമ്പോൾ പൊതുവെ ഒരു ചെറിയ ഇത് വരും. ഇവിടെ തന്നെ പറഞ്ഞപ്പോൾ അരിയാഹാരം കഴിക്കരുതെന്ന് പറഞ്ഞു, അതെനിക്ക് വലിയ സന്തോഷമായി പോയി. അല്ലെ അരിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളാണ്. അതുപോലെ ബീഫ് കഴിക്കണമെന്ന് ആരാണ്ട് പറഞ്ഞ് അതൊരു വലിയ പ്രശ്നമായി. അന്നേരം എനിക്ക് സന്തോഷം. ഞാൻ ചോദിക്കുന്നത്, ഈ ബാബു പറഞ്ഞൊരു പ്രസക്തമായ ചോദ്യം, അങ്ങയുടെ ഈ ഫലിതബോധം ഇങ്ങനെ അണപൊട്ടി വരുമ്പോഴേ പെട്ടെന്ന് ഞാൻ പിണറായി വിജയൻ സഖാവിന്റെ മന്ത്രിസഭയുടെ പാർട്ടിയുടെ ഒരാളാണ് എന്നുള്ളൊരു തോന്നൽ അങ്ങേ? അത് സ്വാഭാവികമായിട്ട് വരും. അദ്ദേഹത്തിന്റെ പേരും വിജയൻ എന്നാണ്, എന്റെ പേരും വിജയൻ എന്നാണ്. അപ്പൊ ഒരു താരതമ്യം ഉള്ളതുകൊണ്ട് അപ്പൊ പിണറായി ഒരു അകലമുണ്ട്. ഒരു കുറച്ച് അകലമുണ്ടെന്നുള്ളതേ ഉള്ളൂ. എന്നാലും അത് ലാഭമാണ്. അല്ലെ ഞാൻ ചോദിക്കുന്നത്, അങ്ങയുടെ ഈ ഹ്യൂമർ മറ്റുള്ളവർ എൻജോയ് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ കൊടിയേരി സഖാവ് അങ്ങനെയുള്ളവരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? സാധാരണ കുഴപ്പമില്ല. ട്രെയിനിലൊക്കെ കയറിയ TT ഐഡന്റിറ്റി കാർഡ് പെട്ടെന്ന് വന്ന് ചോദിക്കുക. LDF-ലൊക്കെ ഇരുന്ന് തമാശയൊക്കെ പറയാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ പറയും. എന്തോ പുറത്തു വല്ലതും ആയിട്ടുണ്ടോ തമാശ പറഞ്ഞിട്ട്? തമാശ പറഞ്ഞ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പത്രക്കാരൊക്കെ എവിടെന്നെങ്കിലും ചൂണ്ടിയെടുത്ത്. അല്ല, എൻ്റെ അടുത്ത് ഒരു നേതാവ്, അങ്ങേക്ക് അറിയാവുന്ന ഒരു നേതാവ്, അങ്ങയുടെ അടുത്ത നാട്ടുകാരനാണ് PJ ജോസഫ് സാറ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കയ്യിലിരിക്കുന്ന ഫയൽ ഇങ്ങനെ താളം അടിച്ചിങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിച്ചു, തലസ്ഥാന നഗരി വെച്ചാ എന്താ ഇത്രയും സന്തോഷം എന്ന്? LDF-ന്റെ മീറ്റിംഗ് കഴിഞ്ഞ് വരുമോ എന്ന് പറഞ്ഞു. ഞാൻ എന്താ, അല്ല അവിടെ എന്തോ നമ്മുടെ ജോലി, അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കൈയടിച്ചിട്ട് പോകുന്നു എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ഒരു കലാകാരനാണ്, അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് അങ്ങനെ അതോ സത്യം പറയാനുള്ള അദ്ദേഹത്തിന്റെ ആവേശം അങ്ങേ കൈമോശം വരുന്നുണ്ടാണോ? അതുകൊണ്ടല്ല. ഇപ്പൊ ഓരോ വിഷയം വരുമ്പോ, ഇപ്പൊ കുരിശിന്റെ വിഷയം വന്നാൽ നമ്മളുടനെ പറയും കുരിശ് പൊളിക്കുന്നത് ശരിയല്ല, എന്നാൽ അതൊരു വേറൊരു ആയുധമാക്കുന്നത് ശരിയല്ല, രണ്ടും പറയും. എങ്കിലും സിനിമ സ്റ്റൈലിൽ പൊളിക്കുന്നത് ശരിയല്ല എന്നും പറയും. ഇതുപോലെ ആസ്യം പറഞ്ഞ് വളരെ ലഘൂകരിച്ച് കാര്യങ്ങൾ കൊണ്ടുവന്ന ഒരാളെ. അല്ല, എനിക്കൊന്നറിയാമോ, അങ്ങേ പോലുള്ള ഇപ്പൊ ലോനപ്പൻ നമ്പടനുള്ളപ്പം അങ്ങനെ ചില കാര്യങ്ങൾ വളരെ ലാളിത്യത്തോടെ പറയുമായിരുന്നു, ആൾക്കാർക്ക് ഇഷ്ടമായിരുന്നു. നായനാർ സഖാവ് വളരെ ടെൻഷന്റെ ഇടയിലും അങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരെ സന്തോഷിപ്പിച്ചു. ഇപ്പൊ യഥാർത്ഥത്തിൽ ആ റോളിൽ ഇപ്പൊ അങ്ങ് മാത്രമേ ഉള്ളൂ. അതിന്റെ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ രാഷ്ട്രീയ ചർച്ചയിൽ ഞാൻ പങ്കെടുക്കുകയാണെങ്കിൽ പങ്കെടുക്കുന്ന ഞാനല്ല, ആര് പങ്കെടുത്താലേ TV തല്ലി പൊട്ടിക്കണം എന്നായിരിക്കും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും മറ്റുള്ള. എന്നുവെച്ചാൽ അതിൻ്റെ ഒരു സ്ഥിതി അങ്ങനെയാണ്, ചർച്ചയും വഴക്കും ഒക്കെ. അതേസമയം വൈകുന്നേരത്തെ ചില പരിപാടികളുണ്ട്. ആ പരിപാടി വരുമ്പോൾ അതിൽ വിദേശത്തുനിന്ന് ആദ്യം വിളി വരും, ഇന്ന് കണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. അതുപോലെ അങ്ങനെയുള്ള പരിപാടികൾ, ഇപ്പോൾ ഫ്ലവേഴ്സിലെ തന്നെ ചില പരിപാടികളൊക്കെ കണ്ടാൽ മറ്റു ചാനൽ നമ്മൾ വെച്ച് അത്യാവശ്യമായിട്ട് വാർത്ത കേൾക്കണം തോന്നിയാൽ എന്നാൽ ഇതൊരു ശകലം നേരം ഇരിക്കട്ടെ, അതിൻ്റെ ആ കളറും കാര്യങ്ങളും ഒക്കെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരുമെന്ന് നമ്മൾ വിചാരിച്ചല്ല. കാര്യം ഇപ്പോൾ ശ്രീകണ്ഠൻ നായരാണ് കൈകാര്യം ചെയ്യുന്നെങ്കിലും ഇത്ര പെട്ടെന്ന് ഇത്ര ഒരു ഉയർച്ചയിലേക്ക് ആളുകളെ എന്നല്ല, അതൊരു വലിയ സംഭവമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. എന്നാൽ ആരെയും ആക്രമിക്കുന്നില്ല താനും. ഇത്രയും നാളെ ഈ പരിപാടി നടത്തി ഞങ്ങൾ വാർത്താ ചാനൽ തുടങ്ങുന്നുണ്ട്. അതാ എനിക്ക് പേടി. എന്നാലും ഇപ്പോഴത്തെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ കരയട്ടയും കൂടെ പഠിച്ചാലേ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ വക്കീലന്മാരാണോ ആരാണ് എടുത്തിട്ട് അടിക്കുന്നത്? ഒരു രക്ഷയില്ല. ഇതുവരെ ആരും പറയാത്തൊരു പോയിന്റാണ് പാരമ്പര്യ ഘടകങ്ങൾ. ഞാൻ എൻ്റെ അമ്മച്ചിയുടെ പോലെ ഇരിക്കൂ കുറേയൊക്കെ, അല്ലെങ്കിൽ അപ്പച്ചൻ്റെ സ്വഭാവം ആ ഭ്രൂണാവസ്ഥയിൽ എങ്ങനെ വരുന്നോ ആ ഘടകങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കറക്റ്റ് പോയിന്റ്.
നമ്മുടെ മക്കള് നന്നാകണമെങ്കിൽ നമ്മൾ നന്നായിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന നമ്മള് നന്നായാലും മക്കള് മോശമാവാം. തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ രക്തമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ രക്തത്തിലേക്ക് പോഷകങ്ങൾ കൊടുക്കുന്നത്. അതാണ് മാംസമായിട്ടും കോശമായിട്ടും മാംസമായിട്ടും അസ്ഥിയായിട്ടും മജ്ജയായിട്ടും രേതസ്സായിട്ടും ഒക്കെ വരുന്നത്. അപ്പോൾ അത് ആണ് നമ്മുടെ പുനർജന്മം. നമ്മൾ കശാപ്പ് ചെയ്ത സാധനം കഴിക്കുന്നെങ്കിൽ മക്കൾക്ക് ആ രീതിയിലുള്ള സ്വഭാവം വരുള്ളൂ. മൃഗഭോജികളുടെ അല്ലെങ്കിൽ മാംസഭുക്കുകളുടെ മക്കൾ മാംസഭുക്കിൻ്റെ സ്വഭാവത്തിൽ തന്നെ ആയിരിക്കും. സസ്യഭോജി ആണെങ്കിൽ ആ രീതിയിലേക്ക് വരും. ഹിറ്റ്ലർ വെജിറ്റേറിയൻ ആയിരുന്നു, എത്ര ലക്ഷത്തെ കൊന്നൊടുക്കിയത്. ഇത് കാര്യം അറിയാതെ വല്ലതും പറയല്ലേ സുഹൃത്തെ. നമ്മള് മനുഷ്യര് നമ്മളുടെ പ്രായം കുറയ്ക്കുക എന്ന് പറയുന്നത് പല ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ചിട്ടയായ ഒരു ജീവിതം വേണം, ചിട്ടയായ റെസ്റ്റ് വേണം, ചിട്ടയായ ഉറക്കം വേണം. അതെ അതെ, ഞാനൊരു അധ്യാപകനാണ്. ഞാൻ എന്റെ മക്കളോട് എന്റെ കുട്ടികളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിലാണ്. അല്ലാതെ നമ്മൾ വെറുതെ പൈസക്ക് വേണ്ടി ലോക സത്യം പറയാം, നമ്മുടെ കുട്ടികളെ ഒരിക്കലും നമുക്ക് നേരെയാക്കാൻ പറ്റത്തില്ല. നാട്ടുകാർ വിട്ടുകൊടുത്തേക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ മകനെ ഞാൻ നന്നായിട്ട് വളർത്തി, രണ്ടു മക്കളെ രണ്ടുപേരും നാട്ടുകാരുടെ ജോലിയാ. അയ്യോ അങ്ങനെയല്ല, നമ്മുടെ മക്കളെ നന്നാക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഞാനൊരു അധ്യാപകനായതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ നല്ല രീതിയിൽ, എന്റെ മക്കൾ എന്ന് പറയുന്ന എല്ലാ കുട്ടികളെയും വളർത്താൻ വേണ്ടി ഒരുപാട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നന്നായി വളർന്നു, അവര് നന്നായിട്ട് വളർന്നു. ഇവിടെ പറഞ്ഞവരുടെ എല്ലാവരുടെയും കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നു ഇത്രയും നേരം. ഞാൻ ആരും ഈ ഒരു കാര്യം പറഞ്ഞില്ല. കാരണം എല്ലാവരും ചെറുപ്പാവുന്നതിന് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളം നല്ല നിർമ്മലമായ സ്നേഹത്തിൽ ഒരാളുണ്ട്, ഇടവേള ബാബു. അയ്യോ ബാബു അത് പറഞ്ഞു, ആ പായസം സ്നേഹത്തിലായി സത്യത്തിൽ സാർ പറഞ്ഞത് ശരിയാണ്. വേറെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ചെറുപ്പമാണോ എന്ന് നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാബുവിനൊക്കെ കുഞ്ഞുങ്ങളുടെ മനസ്സാ, കുഞ്ഞുങ്ങളായിരിക്കുക. ഇത്രയും അതായത് എന്ത് പ്രശ്നവും എന്ത് ടെൻഷനും നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ ഉള്ളിൽ നിന്നാണെന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം നമ്മൾ സമാധാനമായിരിക്കുക. സമാധാനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കും? ഏറ്റവും നല്ല സ്നേഹത്തിലിരിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കേണ്ട ഒരു സന്ദേശം ഒരിക്കലും നമ്മുടെ ബാഹ്യമായ ആ ഒരു ചെറുപ്പമല്ല നമ്മൾ പരിഗണിക്കേണ്ടത്. അവരെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങൾ തീരുമാനമെടുക്കാനുള്ള കഴിവ്, അത് അവരെ ഒരു മനസാന്നിധ്യം, ഇത്തരം കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഞാൻ ശ്രീകണ്ഠൻ നായർ സാറിനെ കാണാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 10-20 അതെ അതെ, ദൂരദർശൻ തുടങ്ങിയ കാലം പോലെ താങ്കളെ കാണുന്നുണ്ട്. പക്ഷെ അതെ, ഇപ്പോഴും ആ ചെറുപ്പമായ, കാരണം ഏത് ചാനലിൽ പ്രത്യക്ഷപ്പെട്ടാലും ഒരു പുതിയ ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പഴക്കം തോന്നാത്ത രീതിയിൽ കാണുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താണെന്നറിയാമോ, ഞാൻ അപ്ഡേറ്റഡാ, ഗൂഗിൾ സെർച്ച് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ വിലമതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നമ്മള് സിനിമാ നടന്മാരെ അവരുടെ ഗ്ലാമർ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ അഭിനയശേഷി കൊണ്ട് നമ്മൾ അവരെ വിലമതിക്കുമ്പോൾ, അതുപോലെ തന്നെ അതിനേക്കാളേറെ നമ്മൾ വിലമതിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ഏറ്റവും നന്നായിട്ട് പറയാവുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം, അദ്ദേഹം മരണപ്പെട്ടു പോയി. അതുപോലെ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ, കേരളീയനായിരുന്നു. അതെ, അവർ മരണപ്പെട്ടു പോയെങ്കിലും അവരുടെ മരണസമയത്ത് പോലും നമ്മൾ അവരെ വിലമതിച്ചിരുന്നത് അവരുടെ ബുദ്ധിശക്തി കൊണ്ടും അവരുടെ ചിന്താശേഷി കൊണ്ടുമായിരുന്നു. അവസാനം വിവാഹം കഴിക്കണമെന്ന് താല്പര്യമില്ലെന്ന് പറയുന്നു. പക്ഷേ പറഞ്ഞു ഞാൻ പ്രണയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്രണയിച്ചത് വിവാഹം കഴിക്കാനല്ല, അതല്ലെങ്കിൽ വ്യക്തമാക്കിയ കൊള്ളാം. അതിന്റെ കഥ വേറെയാണ്, അത് നമുക്ക് പിന്നെ പറയാം. അതിന് 3 ഷോ തന്നെ വേണ്ടി വരും അല്ലേ ബാബു? പ്രണയം ഒരു തെറ്റല്ല. ഞാൻ 8.5 വർഷം പ്രണയിച്ച ആളാണ്. ഞാൻ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തിയ ആളാണ്. കാരണം 2 വീട്ടുകാരും തമ്മിൽ അത് ശരിയാവില്ല എന്ന് ഇപ്പം ഒരു വിവാഹം കഴിച്ചാൽ നമുക്ക് മാത്രം സന്തോഷം പോരല്ലോ, വീട്ടുകാരും കൂടി സന്തോഷിപ്പിക്കണം. അതിന് സാഹചര്യമാണെന്ന് മനസ്സിലാക്കി തിരിച്ചു പോകുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ വേറെ ആപത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ അവിടെ വെച്ച് ഞാൻ ഒരു തീരുമാനം എടുത്തു. കാരണം വിവാഹമല്ല ജീവിതത്തിൽ വലിയ കാര്യം. ബാബു ഒന്ന് കേൾക്കാം, തുറന്നു പറഞ്ഞോളൂ. കാരണം ഇതേ ഒരു ചെറിയ മനുഷ്യനല്ല, അത് ഇതിനകത്തൊരു ആപത്ത് കണ്ടെത്തി സാറ് പറഞ്ഞത് ആപത്ത് വിവാഹം കഴിച്ചാൽ ആപത്തിൽപ്പെട്ടായിരിക്കണം എന്നുള്ളതല്ല, ആപത്തിൽപ്പെടാനുള്ള സാധ്യത ബാബു കൂടുതലാണ്. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ യുഗത്തില് കുമാരി അടിക്കാൻ പറ്റാതെ കൂ അടിക്കുന്ന കാലഘട്ടമാണ്. വീട്ടിൽ കൊണ്ടുവയ്ക്കും ഫോൺ ഇതുപോലെ തിരിച്ചും. ഇനി നമുക്ക് 60 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുമെന്ന് പറഞ്ഞായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അല്ല, എനിക്ക് എൻ്റെ ഒരു ജീവിതാനുഭവത്തിൽ തോന്നിയത്, ഈ നേരത്തെ കോപ്പി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം 60 കഴിയുമ്പോഴാണ് നമുക്ക് 2 പേർക്കും ഒന്ന് സ്വന്തമായിട്ട് സംസാരിക്കാനും മറ്റേ ഇന്ന് ആർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം? മക്കൾക്ക് വേണ്ടി ജീവിക്കണം അല്ലേ? ആ ഓട്ടത്തിലാണ് എല്ലാവരും. ഒരു സെക്കൻഡ്, ഒരു ചോദ്യം. 60 വയസ്സ് കഴിഞ്ഞ് മുറുക്കാൻ ഇരിക്കാൻ വല്ലതും ആണോ ഉദ്ദേശിച്ചത്? അല്ലല്ല, ഇന്നത്തെ കാലം 60 വയസ്സ് അത്ര വലിയ പ്രായം അല്ലല്ലേ.
മനുഷ്യന്റെ ഈ ജീവിത അവസ്ഥയില് 60 വയസ്സ് എന്ന് പറയുന്നത് റിട്ടയർ പീരീഡ് ആയിട്ടാണ് ഗവൺമെന്റ് പോലും കാണുന്നത്. 25 വയസ്സായാലും 50 വയസ്സായാലും 70 വയസ്സായാലും ആരാധന ബഹുമാനിക്കുന്ന ആളുകൾ ഏത് പ്രായത്തിലും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യും. അതിന് 25 വയസ്സായിട്ട് തന്നെ ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. അല്ല, നിങ്ങൾക്ക് പുള്ളിക്ക് നിർബന്ധമുള്ള ആ ഒരു കാഴ്ചപ്പാട് തെറ്റാണ്. 25 വയസ്സൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതല്ല. ഏജ് എന്തായാലും ആ ഒരു പൊസിഷന് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ എന്ന നിലയ്ക്ക് ഒരു 40-45 വയസ്സൊക്കെ ആയാലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഭംഗിയായിട്ടിരിക്കണം, ഒരു റോസാപ്പൂ പോലെ ഇരിക്കണം എന്നുള്ളതാണ്. 50 വയസ്സുള്ള ആളുകളും സൗന്ദര്യമായിട്ടിരിക്കുന്നില്ലേ? 70 വയസ്സുള്ള ആളുകളും സൗന്ദര്യമായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടി ഞാൻ ആഗ്രഹിച്ചത്. അതെ അതെ. ഒരു റോസാപ്പൂ നേരിട്ട് കണ്ടിട്ടുണ്ടോ? അതുപോലെ ഇരിക്കണമെന്ന് പറയും. ആന്തരിക സൗന്ദര്യം ഉണ്ടാവണം, അതുപോലെ തന്നെ ബാഹ്യ സൗന്ദര്യത്തിനും ഒരു പരിധിവരെ കാരണമുണ്ട്. കാരണം ഓരോ തൊഴിലിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ആക്ടേഴ്സിന് അവരുടെ ബാഹ്യ സൗന്ദര്യം നിലനിർത്തണം. അപ്പോൾ അതുകൊണ്ട് ആന്തരിക സൗന്ദര്യം പോലെ തന്നെ ഒരു പരിധിവരെ ബാഹ്യ സൗന്ദര്യം. നോർത്ത് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അവിടെയുള്ളവർക്കൊന്നും ഇത്തരം പ്രശ്നങ്ങളില്ല. നമ്മൾ അവർക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവർ പറയിടല്ല. അവര് പറയിടല്ല. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു കേരളത്തിലുള്ളൊരു പ്രായമായല്ലോ എന്നുള്ള ഒരു ചിന്താഗതിയിൽ അടിപ്പെട്ടു പോവുകയാണ്. അല്ല, എല്ലാവരും ബ്യൂട്ടി പാർലറിന്റെ അല്ല, അവിടെ ഉണ്ടെങ്കിലും 100 വയസ്സായ ആളും കോണിപ്പടി കയറിയിട്ട് ഓരോ ദിക്കിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഒരു ഷോ നടക്കുകയാണെങ്കിലും സർവത്ര ദിക്കിലും നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ജീവിക്കുന്ന മാതിരിയുള്ള ആ ഒരു അങ്കലപ്പ് അവിടെ കാണുന്നില്ല. ചെറുപ്പം നിലനിർത്താനാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആയുർവേദത്തിലെ കായകൽപ്പ ചികിത്സയുണ്ട്, യോഗയിലെ യോഗയിലും ഉണ്ട് കായകൽപ്പ യോഗ. 7 വയസ്സായ ഒരു കുഞ്ഞിന്റെ അമ്മമ്മയാണ് ഞാൻ. ഇതുവരെ ഒരു ബ്യൂട്ടി പാർലറിലും പോയിട്ടില്ല. ആകെ ചെയ്യണത് ഈ പുരിക മാത്രം ഒന്ന് ശരിയാക്കും. എന്താ കുഴപ്പം? അത്രേ ഉള്ളൂ. ഈ നമ്മൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പല പ്രായക്കാരാണ്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി അതാണ്. 4 വയസ്സുള്ള കൊച്ചും കാണും, 85 വയസ്സുള്ള അമ്മാച്ചനും കാണും. അപ്പോൾ ഈ കാണുന്ന ആൾക്കാരോട് അങ്ങ് അത്യാവശ്യം ചെറുപ്പം, വലിയ രാഷ്ട്രീയ രംഗത്ത് വലിയ ചെറുപ്പം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു മനസ്സുകൊണ്ടും ചെറുപ്പമുള്ളൊരു നേതാവാണ്. ഉഴവൂർ വിജയൻ്റെ സന്ദേശം എന്താണ്? അയലോക്കംകാർക്കിട്ട് വേല വെക്കാതെ മാന്യമായ നിലയിൽ അവരുടെ കയ്യാലെ വിളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാതെ ദൈവത്തെ വിചാരിച്ച് മുമ്പോട്ട് പോവുക. അതുപോലെ തന്നെ മറ്റേ രാഷ്ട്രീയത്തിലേക്കൊന്നും വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഇനി വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരോഗ്യം നിലനിർത്താൻ എൻ്റെ പാർട്ടിയിലേക്ക് വന്നാൽ മതി എന്നുകൂടി അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മളെ കൊണ്ട് എത്രത്തോളം ജോലി ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, ഒരുങ്ങാൻ പറ്റുമോ, പാടാൻ പറ്റുമോ ഒക്കെ ചെയ്താൽ നമ്മുടെ സന്തോഷമാണ്. അതത്രയും നമ്മൾ ചെയ്യുന്നവരെ നമുക്ക് പ്രായമായിട്ടില്ല. കണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ആലോചിച്ചിട്ടുണ്ടാവും, ഇയാൾ എന്തിനാ ഇങ്ങനെ ഒരു ഷോ ചെയ്യുന്നത്? നർമ്മത്തിനിടയിലുള്ള ചില കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ കുറച്ച് ഊർജ്ജസ്വലരായി ചെറുപ്പമായി നടക്കാം. മറ്റു വിഷയവുമായി ഇനി അടുത്ത ശനിയാഴ്ച കാണാം. സന്ധിക്കും വരെ വണക്കം. ഗുഡ് ബൈ.